നമസ്കാരം, ഇത് ഫിൽമി ബീച്ച് മലയാളം. മുടിയിലൊക്കെ എന്തിരിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ സിനിമാ മേഖലയിലെ കാര്യം പറഞ്ഞാലും. മുടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല, അഭിനയത്തിലാണ് കാര്യമെന്ന് മലയാളിക്ക് തെളിയിച്ചു കൊടുത്ത ഒട്ടേറെ താരങ്ങളുണ്ട്. ഇക്കാര്യവുമായി റിലേറ്റ് ചെയ്ത് ആലോചിക്കുമ്പോൾ മലയാളികൾക്ക് എളുപ്പം മനസ്സിലേക്ക് ഓടിവരുന്ന രണ്ടു പേരുകളായിരിക്കും ഭരത് ഗോപിയുടേതും ഫഹദ് ഫാസിലിന്റേതും. ഇതിൽ ഫഹദിന്റെ കാര്യമാണ് ഏറെ രസം. തല നിറയെ മുടിയുള്ളപ്പോൾ അഭിനയിച്ച സിനിമ 8 നിലയിൽ പൊട്ടി. മുടിയില്ലാതെ തിരിച്ചു വന്നപ്പോഴോ മലയാളികൾ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഇത് ഫഹദിന്റെ കാര്യം. പക്ഷെ മറ്റു നടന്മാരുടെ കാര്യം ഒന്ന് എടുത്തു നോക്കാം. മുടി ഒന്ന് കൊഴിഞ്ഞാൽ ഉടനെ വിഗ് വെച്ച് അഭിനയിക്കുന്ന താരങ്ങളാണ് നമ്മുടെ മലയാള സിനിമയിൽ കൂടുതലും. വിഗ് വെച്ച് മാത്രം അഭിനയിക്കുന്നവരുണ്ട്, അതല്ലാതെ കഥാപാത്രത്തിന് വേണ്ടി മാത്രം വിഗ് വെക്കുന്നവരുമുണ്ട്. അത് ആരൊക്കെയാണെന്നല്ലേ നമുക്കൊന്ന് നോക്കാം. പൃഥ്വിരാജിന് കഷണ്ടി ഉണ്ടോ, അതോ ഇനി വിഗ് വെച്ച് അഭിനയിക്കുന്നതാണോ? അതിന് പൃഥ്വിയുടെ ആദ്യ സിനിമയായ നന്ദനം ഒന്ന് കണ്ടു നോക്കിയാൽ മതി. 2007 നന്ദനം പുറത്തിറങ്ങുന്നത്. നന്ദനത്തിൽ അഭിനയിക്കുമ്പോൾ പൃഥ്വിക്ക് ഇതിലും കഷണ്ടി ഉണ്ടായിരുന്നു. 10 വർഷത്തിന് ശേഷം ആ കഷണ്ടി എങ്ങനെയാണ് കുറഞ്ഞത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ചില സിനിമകളിലെങ്കിലും പൃഥ്വിരാജ് വിഗ് വെച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. പല സിനിമകളിലും പല ഹെയർ സ്റ്റൈൽ. ഇതാണ് മോഹൻലാൽ സ്റ്റൈൽ. 6-ാം തമ്പുരാനിലോ മറ്റോ ആകണം മോഹൻലാൽ അവസാനമായി തന്റെ നാച്ചുറൽ മുടിയുമായി അഭിനയിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. വർഷം 10-26 ആയെങ്കിലും ഇപ്പോഴത്തെ മോഹൻലാലിന് നെറ്റി വരെ മുടിയുണ്ട്. ഇനി സിദ്ദിഖ്. മുടിയില്ലെങ്കിൽ ഇല്ല, ഇത് പറയാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് സിദ്ദിഖ്. നായകനായ കാലത്തെ മുടിയൊക്കെ പോയ ശേഷം വില്ലനായി 2ാം വരവ് നടത്തിയ ശേഷം സിദ്ദിഖ് കഷണ്ടിയായും മൊട്ടത്തലയായും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. പല വിധത്തിലുള്ള വിഗ് വെച്ചും സിദ്ദിഖ് അഭിനയിച്ചിട്ടുണ്ട്. വിഗ് വെച്ചും അല്ലാതെയും സിനിമയിൽ അഭിനയിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള പ്രമുഖ നടന്മാരിൽ ഒരാളാണ് ലാലു അലക്സ്. എന്നാൽ ശരിക്കുള്ള ഹെയർ സ്റ്റൈലുമായി ലാലു അലക്സ് അഭിനയിച്ചത് വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമാണ്. നീട്ടി വളർത്തിയ മുടിയും കരാട്ടയുമായി മലയാളത്തിലും പുറത്തും സൂപ്പർ താരമായ നടനാണ് ബാബു ആന്റണി. അടുത്തിടെ ഇടുക്കി ഗോൾഡ് ഇറങ്ങിയപ്പോഴാണ് ബാബു ആന്റണി ഇത്രയ്ക്ക് കഷണ്ടിയായ കാര്യം നാട്ടുകാരറിഞ്ഞത്. മിമിക്രി താരമായും കോമഡി താരമായും മലയാളികളെ ചിരിപ്പിച്ച നടനാണ് കലാഭവൻ മണി. നായകനായും വില്ലനായും സ്വഭാവ നടനായും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇടതൂർന്ന മുടിയുമായും മുടിയില്ലാതെയും കലാഭവൻ മണി സിനിമയിലും പൊതുസ്ഥലത്തും പ്രത്യക്ഷപ്പെടാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. തന്റെ അപ്പിയറൻസിനെ കുറിച്ച് ഒട്ടും കോൺഷ്യസ് അല്ലാത്ത നടന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു മണി. സിനിമയിലും പുറത്തും വിഗ് വെച്ച് നടക്കുന്ന നടനാണത്രേ ഇന്ദ്രജിത്ത്. സഹോദരൻ പൃഥ്വിരാജിനെ പോലെ തന്നെ ഇന്ദ്രജിത്തിനും കഷണ്ടിയുണ്ട്. വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ ഇന്ദ്രജിത്ത് വിഗില്ലാതെ അഭിനയിച്ചിട്ടുള്ളൂ. മലയാളികളുടെ ഇഷ്ട നടനായ കുഞ്ചാക്കോ ബോബന് വിഗ് വെച്ചും വിഗ് വെക്കാതെയും ഒക്കെ അഭിനയിക്കാം. പൊതുപരിപാടികൾക്കെത്തുമ്പോൾ കുഞ്ചാക്കോ ബോബൻ സാധാരണയായി വിഗ് വെക്കാറില്ല. ഇനി നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ. ഞാൻ ആദ്യമേ പറഞ്ഞു, മുടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഫഹദിന് ഒരുപോലെയാണ്. ഇതറിയാവുന്ന ഫഹദ് കഥാപാത്രം ആവശ്യപ്പെടുന്ന അപൂർവം അവസരങ്ങളിലെ വിഗ് തൊടാറുള്ളൂ. മലയാളത്തിൽ ഭരത് ഗോപിക്ക് ശേഷം കഷണ്ടിയെ ഫേമസ് ആക്കിയതും ഫഹദ് തന്നെ. സിനിമാ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റും MP-യുമായ ഇന്നസെന്റ് പൊതുജനമധ്യത്തിൽ ഒരിക്കലും നാം വിഗ് വെച്ച് കണ്ടിട്ടില്ല. എന്നാൽ സിനിമകളിൽ ഇഷ്ടം പോലെ വിഗ് വെച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇനി വിനയ് ഫോർട്ട്. കഷണ്ടി തലയനായി വിനയ് ഫോർട്ടും വിഗ് വെച്ച് അഭിനയിക്കുന്നത് കുറച്ചിട്ടുണ്ട്. പ്രേമം എന്ന ചിത്രത്തിൽ തന്റെ ഏറ്റവും വലിയ കോംപ്ലക്സ് മുടിയില്ലാത്തതാണെന്ന് തമാശ രൂപത്തിൽ വിമൽ സാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വിനയ് ഫോർട്ടിന്റെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും. കൂടുതലും മുടിയില്ലാതെയാണ് വിനയ് ഫോർട്ട് പ്രത്യക്ഷപ്പെടാറ്. പക്ഷേ കഥാപാത്രം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വിഗ് വയ്ക്കാൻ വിനയ് തയ്യാറാണ്. ആദ്യകാല ചിത്രങ്ങളിലൊക്കെ മനോജ് കെ ജയൻ തന്റെ ശരിക്കുള്ള മുടി പുറത്തു കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള ചിത്രങ്ങളിലൊക്കെ വിഗ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിഹാസ എന്ന ചിത്രത്തിലൂടെ നായക നിരയിലേക്ക് ഉയർന്ന ഷൈൻ ടോം ചാക്കോയ്ക്കും കഷണ്ടി തലയാണ്. പക്ഷേ ഷൈൻ അധികം വിഗ് ഉപയോഗിക്കാറില്ല എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.